എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ ക്ലാസ് നമുക്കിന്ന് ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്കറിയാം, ഈ ബയോട്ടറിയം അല്ലെ, നമ്മുടെ കൈകളിൽ എത്തിച്ച സർവശക്തനായ ദൈവത്തിന്റെ ആ ഒരു കൃപയില്ലാതെ നമ്മളുടെ കയ്യിൽ ഈ ഒരു പ്രൊജക്ട് എത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊന്ന് ആ ഈശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും അറിയാലോ ഈ ബയോട്ടറിയത്തിന്റെ പ്രാധാന്യം എന്താണ്. നമുക്കൊക്കെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഈ ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം, നല്ല മെച്ചപ്പെട്ട ആരോഗ്യം തന്നെ എല്ലാവരും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്റെ പേര് എല്ലാവർക്കും എല്ലാവർക്കും പരിചയം ഉണ്ടാകും. എന്നാലും ഞാൻ ഒന്നുകൂടെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് രാജശ്രീ എന്നാണ്. ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. എല്ലാവർക്കും അറിയാലോ ലീന മാഡത്തിന് അല്ലെ, ലീന സുജിത്തിന്റെ സിസ്റ്ററും കൂടിയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കൂടുതൽ എന്താ പറയണ്ട, ഓരോ ഘട്ടമായിട്ട് റിസൾട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാന്. ഇപ്പോൾ പോലും കണ്ണിന്റെ കാഴ്ചയും കൂടെ എന്താ പറയണ്ട ലോങ് സൈറ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു പ്രൊജക്റ്റ് അല്ലേ നമുക്ക് കയ്യിൽ എത്തിച്ചെന്ന് നമ്മുടെ മനോജ് സാറിനും നമ്മുടെ സാഗർ ജോഷി സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് എന്തായാലും അറിയാം ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെയാണ്. ആരെ എടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡോക്ടർ സുമേഷ് സാറാണ് അല്ലെ. സുമേഷ് സാറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാലും നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഡോക്ടർ സുമേഷ് സാർ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ഒരു ശ്രീധർ ഡയാക്കർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമസ് ഡോക്ടറാണ്. അതായത് ഇന്റർവെൻഷണൽ പോഡിയാട്രിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പം അതായത് നമുക്ക് കാലിനോട് കീഴ്പോട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ചുകൊണ്ട് നൂതന ചികിത്സയും കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതില് പുതിയൊരു റിസർച്ചും കൂടി നടത്തിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. ഡോക്ടറെ പറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാതരം നമുക്ക് എന്ത് തരത്തിൽ സരസമായ ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിക്കുന്ന അദ്ദേഹമാണ് അല്ലെ. ഇന്ത്യൻ പോഡിയാട്രിൽ വിഭാഗത്തിൽ ആജീവനാന്ത അംഗം കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിപ്ലോമകളും എല്ലാം കരസ്ഥമാക്കിയിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക മേജർ ഹോസ്പിറ്റലുകളും വർക്ക് ചെയ്തിട്ടുള്ള പ്രാക്ടീസും ഉണ്ട് അല്ലെ. അപ്പോ നിരവധി സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ട്, നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ഡോക്ടർ എന്നുള്ള നിലയിൽ അവരുടെ പ്രൊജക്റ്റുമായിട്ടുള്ള ഭാഗമായിട്ട് പലതരത്തിലുള്ള ക്ലാസ്സുകളും പ്രൊജക്റ്റുകളൊക്കെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ്, അത് നമുക്ക് പറയാതെ വയ്യല്ലോ അല്ലെ. നമുക്ക് ഇത്രയും നല്ലൊരു ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്ന പ്രാസംഗികനും കൂടിയായിട്ടുള്ള ഒരു സാറാണ് അദ്ദേഹം അല്ലെ. വേൾഡ് ഡയബറ്റിക് ഫൗണ്ടേഷനുമായി സഹകരിച്ചിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് കുറെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനിലൂടെ എടുത്തു തന്നിട്ടുണ്ട്. ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ഇഷ്ടംപോലെ സാർ എടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടുള്ള ക്ലാസ് എടുക്കുന്നത് നമുക്ക് 6ാമത്തെ ക്ലാസ് ആണ്, 7ാമത്തെ ക്ലാസ് ആണ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡോക്ടർക്കും നമ്മുടെ ഈ ബയോട്ടറിയത്തിന്റെ എല്ലാ എന്താ പറയുക നല്ല ആദരവും സ്നേഹത്തോടും കൂടി എല്ലാ തരം സ്നേഹവും ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഡോക്ടർ സുമേഷ് സാറിനെ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഹോം മീറ്റിങ്ങിനെ പറ്റി അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഹോം മീറ്റിങ്ങിനെ കൊണ്ട് ഇത് പല തരത്തിൽ നമ്മൾ ഓരോരുത്തർക്ക് അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ നമുക്ക് വിശദമായി തന്നെ ചെയ്തു തരുന്നതാണ്. ഡോക്ടർ നമ്മൾ വിചാരിച്ചാൽ ഡോക്ടർ വെറും ഡോക്ടറായിട്ടല്ല അല്ലെ, എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി കൂടുതൽ പഠിച്ച് നമുക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളായാലും ശരി, നമുക്ക് വേണ്ട എല്ലാ കാര്യത്തിനും അല്ലെ മുന്നോട്ട് ഇറങ്ങിയിട്ട് എല്ലാ കാര്യം ചെയ്തു തരുന്ന നല്ലൊരു ഡോക്ടറാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ആ ഡോക്ടറിന്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഞാന് നമ്മുടെ സുമേഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മോസ്റ്റ് വെൽക്കം ഡോക്ടർ സുമേഷ് സാർ. Good morning, everybody. Thank you, Rajashree ma'am.
ഒരു ഫോർ ദ ലോങ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സൂം പ്ലാറ്റ്ഫോമിൽ എനിക്കൊന്ന് കുറച്ച് വേണമെങ്കിൽ മാസങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ടൂളായിട്ട്, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഹോം മീറ്റിംഗ്, അഥവാ നമ്മുടെ വീടുകളിലെ യോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുടുംബ യോഗങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം. ബിസിനസ് ആണെങ്കിലും ശരി, ഇന്ന് ഈവൻ രാഷ്ട്രീയ പാർട്ടികൾ പോലും അവരുടെ വേരുകൾ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പൊ പറയുന്ന കുടുംബ യോഗങ്ങൾ എന്ന് പറയാം. എന്താണ് ഇതിന് ഉള്ള പ്രാധാന്യം? മനുഷ്യരെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്? എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഒരു അറിവും വെച്ച് നമുക്ക് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുക എൻ്റെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീട് എന്നുള്ളതാണ്. നമുക്ക് അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യവും അവിടെ കിട്ടുന്ന സുരക്ഷിതത്വം ലോകത്തിൽ ഏത് ഹോട്ടലിലാണെങ്കിലും, ഏത് 5 സ്റ്റാർ ഹോട്ടലിലോ ഏത് 7 സ്റ്റാർ ഹോട്ടലിലോ നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാളിലും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം നമുക്ക് നമ്മുടെ വീടുകളിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ കുറച്ച് ആളുകളെ ക്ഷണിക്കുന്നു. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റത്തെ കുറിച്ച് നമ്മൾ വിവരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാര്യം ഒന്ന്, നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും അടുത്ത സൈക്കിളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുറച്ചു പേരെ നമ്മളെ ക്ഷണിക്കുന്നു. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ചിലപ്പോ നമ്മൾ BOP-കളിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാസ് മീറ്റിങ്ങുകളിലേക്കോ ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ വരാത്ത ആൾക്കാർ പോലും എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ വരാൻ താല്പര്യം കാണിക്കും. അപ്പൊ അത് തന്നെയാണ് ഹോം മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്ന സമയത്തുള്ള വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാരെയും വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. ഈവൻ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, ഏത് രീതിയിലുള്ള ബന്ധത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ വീടുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നമ്മളൊരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുക. അപ്പോ അതുകൊണ്ട് തന്നെ ആ ആൾക്കാരായിട്ടുള്ള ഒരു മാനസിക അടുപ്പം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിരിക്കും. വരുന്ന ആൾക്കാർക്കും ആ ഒരു ഫീലിങ്ങിലൂടെ ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരു ഹോം മീറ്റിംഗിൽ ആ ക്ഷണനത്തിലൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. പിന്നൊന്ന്, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും നമ്മുടെ ഈ ഹോം മീറ്റിങ്ങുകൾ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം വളരെയധികം വലുതാണ്. കാര്യം ഇന്ന് കമ്മ്യൂണിക്കേഷന്, നമ്മുടെ ആശയവിനിമയത്തിന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമുക്കറിയാം, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൂം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. കാര്യം ഒരു 100 ഇപ്പൊ 126 പേര്, ഞാനടക്കം 126 പേരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഈ ഹോം മീറ്റിങ്ങുകളുടെ ഒരു ഊഷ്മളത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഹോം മീറ്റിങ്ങുകൾ ആളുകളിൽ ഉണ്ടാക്കുന്ന അടുപ്പം, മാനസിക ബന്ധം എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഏത് നെറ്റ്വർക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും ഇന്ന് നമ്മൾ വീടുകൾക്ക് പ്രാധാന്യം ഉണ്ടാവാനുള്ള കാര്യം അതാണ്. നമുക്കറിയാം, വീടുകളെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ബിസിനസ്സുകൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മള് ബാങ്കുകളിൽ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ബാങ്കുകളും ഇന്ന് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന വീടുകളിലുള്ള ആൾക്കാരുടെ കൂടിച്ചേരലിലൂടെ അവരുടെ ലോണും മറ്റും കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വീടെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാകുന്നു. ആ വീട്ടിലേക്ക് നമ്മൾ ഒരാളെ ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ മാനസിക നിലയും നമ്മുടെ അവരുമായിട്ടുള്ള അടുപ്പവും വളരെയധികം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എടുക്കേണ്ട പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നേരിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വീടുകളിലേക്ക് നമ്മൾ ക്ഷണിക്കുക എന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും 50-100 പേരെയൊന്നും ഒരു മീറ്റിംഗിലേക്ക് നമ്മൾ ക്ഷണിക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ വീടിന്റെ അകത്തെ പരിമിതിക്കനുസരിച്ച് എത്ര പേരെ നമ്മൾ വളരെ സൗകര്യപ്രദമായി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള മിനിമം ഒരു 6 പേര് അല്ലെങ്കിൽ ഒരു 10 പേരെ ആയിരിക്കും നമ്മൾ ഹോം മീറ്റിംഗിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ 10 പേരുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാം. കാര്യം ഒരു മീറ്റിംഗിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ സ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ സ്കില്ലില്ലാത്ത ഒരാൾക്ക് ഒരു വലിയ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണ് നമ്മുടെ വീട്. ആ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്നർ കോൺഫിഡൻസ്, നമ്മുടെ നമ്മുടെ ആ മനോബലം ഏറ്റവും അധികം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ആളുകളോട് സംസാരിക്കാനുള്ള നമ്മുടെ വാക്കുകൾ അത്രയധികം ശക്തമായി തീരും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം. നമ്മുടെ മുന്നിലിരിക്കുന്ന 6 പേരാണെങ്കിലും ശരി, 10 പേരാണെങ്കിലും ശരി, അവരുടെ മുഖത്ത് നോക്കി ഇനി ഒന്നുകൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ, പോയിന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഹോം മീറ്റിംഗിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ആളുകളുടെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭയം, നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയും നമ്മളെ ബാധിക്കില്ല. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയും. നമ്മളുടെ ആ വിശ്വാസം, കാര്യം ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള, അത് ബിസിനസ് ആവട്ടെ എന്താവട്ടെ ഏത് രീതിയാണെങ്കിലും, നമുക്കുള്ള ആ ഒരു വിശ്വാസം കൂടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഹോം മീറ്റിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം. നമുക്ക് ഹോം മീറ്റിംഗിൽ നമ്മൾ വിളിക്കുന്നു, നമ്മൾ അവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു, അവരിലേക്ക് നമ്മൾ ബിസിനസ് പറയുന്നു. ആ കാര്യം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീടുകളിൽ വെച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഹോം മീറ്റിംഗിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ പുതിയ അംഗങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ തന്നെ, ആ ഹോം മീറ്റിംഗിൽ അവർ എത്തിച്ചേരുന്നത് മുതൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഊർജം, നമ്മുടെ ഉള്ളിലുള്ള ആ പോസിറ്റീവ് എനർജി, നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പീക്ക് ലെവലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഹോം മീറ്റിംഗിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവരെ പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, പിന്നൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തേക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനേ കഴിയും. സോ അതുവഴി നമുക്ക് നിരന്തരമായി നമുക്ക് വളരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഹോം മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം. പിന്നൊന്ന്, എന്താണ് നമുക്ക് ആൾക്കാർക്ക് നമ്മുടെ കഴിവുകൾ നമ്മൾ വിശദീകരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയം വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് എത്തിക്കാൻ കഴിയും. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഹോം മീറ്റിംഗും ഒരു ചെറിയ ഇവന്റ് ആണ്. കാര്യം ഒരു ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു എന്നതിന്റെ ഏറ്റവും ചെറിയ ഒരു ഫോമാണ് നമ്മുടെ ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. കാര്യം ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. കാര്യം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ ഓരോ ബേസിക് സ്റ്റെപ്പും നമുക്കൊരു ഹോം മീറ്റിംഗിലൂടെ നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം നമുക്കറിയാം, നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കും. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും ആ ലിസ്റ്റിലേക്ക് എത്ര ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ചില ആൾക്കാർ പറയും, അയ്യോ സാറേ എന്റെ ലിസ്റ്റ് എല്ലാം തീർന്നു. ഓക്കെ, ലിസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ലിസ്റ്റ് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് അവിടെ അവസാനത്തിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥം. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളുടെ, ഒരു ഡയറക്റ്റ് സെല്ലറുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് ആണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു 50 വയസ്സാണെങ്കിലും ശരി, 40 വയസ്സാണെങ്കിലും ശരി, നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അവസാനിക്കുന്നില്ല.
ഇൻട്രോവേർട്സ് ആണെങ്കിലും ശരി, എക്സ്ട്രോവേർട്സ് ആണെങ്കിലും ശരി, നമ്മൾ ജീവിതത്തിൽ ഓരോരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവാം. നമ്മൾ ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഓരോ പരിചയപ്പെടലും അത് ഊഷ്മളമാക്കി തീർത്ത് അവരെ നമുക്ക് ബിസിനസ്സിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ പരിചയപ്പെടുന്നത് എന്നുള്ളത്. സോ അതുവഴി ഞാൻ പറഞ്ഞു, ഈ പ്രോസ്പെക്ടിങ് ലിസ്റ്റ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുക. സോ ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടന്നു. അടുത്തത് അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മറ്റുള്ള ഒരു പുറത്തുള്ള മീറ്റിങ്ങിനേക്കാൾ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ടെന്നോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ കൂടെ അതിൽ ഒരു ഭാഗമാവുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മുടെ സ്കില്ലിനനുസരിച്ചിട്ട് നമുക്ക് അവരെ ക്ഷണിക്കാനായിട്ട് നമുക്ക് കഴിയും. സോ അത് നമ്മൾ കഴിഞ്ഞു. അടുത്തത്, ഇദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അവരുടെ ആ ഫസ്റ്റ് വിസിറ്റ്, നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയുന്ന പോലെ, അത് എത്രമാത്രം അവരുടെ ഹൃദയത്തിൽ തങ്ങുന്ന രീതിയിലാക്കി മാറ്റാൻ കഴിയുന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, അവർ വരുന്നു, നമ്മൾ അവരെ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനും നമ്മളൊരു പ്രത്യേകതയുണ്ട്. കാര്യം പുറത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുക ഒന്നുകിൽ നമ്മുടെ വരാന്ത വരെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള സ്വീകരണ മുറിയിലേക്ക്. ഓക്കെ, അതിനിപ്പുറത്തോട്ട് നമ്മൾ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ നമ്മളുമായിട്ടുള്ള അടുപ്പവും നമ്മൾ കൂടുന്നു. സോ നമ്മൾ എവിടെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ സ്വീകരണ മുറിയിലായിരിക്കാം, അല്ലെങ്കിൽ വീടിന്റെ ടെറസിലായിരിക്കാം, അല്ലെങ്കിൽ വീടിനകത്തുള്ള ഒരു വലിയ മുറിയിലേക്കായിരിക്കാം. അപ്പൊ ഇങ്ങനെ വീടിന്റെ ഓരോ ഭാഗം ആള് കടന്നു വരുമ്പോഴും അവരുടെ മനസ്സ് നമ്മോട് അടുത്തടുത്ത് വരികയാണ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അവര് നമ്മൾ മീറ്റിംഗിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഇരുത്തുന്നു. അവിടെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യം വരുന്ന ആളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ആദ്യത്തെ ആളായിരിക്കാം, പിന്നീട് കൂടുതൽ ആൾക്കാർ വരുന്നു. ഓക്കെ, പിന്നീട് നമ്മുടെ പ്രസന്റേഷനിലേക്ക് നമ്മൾ കടക്കുന്നു. സോ ഇതുവഴി ആദ്യത്തെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരാളുടെ ഏകദേശം മനസ്സിലേക്ക് നമ്മൾ 50% നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ദെൻ നമ്മൾ അവരെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളത്, അപ്പൊ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ തന്നെ നമ്മൾ 50% നമ്മുടെ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമ്മുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്, കാര്യം നമ്മൾ ക്ഷണിച്ച ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. 20 പേരെ ക്ഷണിച്ച് ഒരു 10 പേര് വന്നാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് അത്രയധികം കൂടും. ഓക്കെ, ഞാൻ ക്ഷണിച്ചു, അവർ വന്നു, അത് 15 നമ്പേഴ്സ്. ഇനി 20 പേര് ക്ഷണിച്ച് 20 പേരും വന്നാൽ പിന്നീട് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ പരകോടിയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കാര്യം പ്രസന്റ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം വളരെയധികം കൂടും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ഹോം മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താണ് നമ്മൾ അതിനു മുന്നേ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ? ഒന്ന്, എപ്പോഴും മിക്കവാറും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പരിചയപ്പെടുന്നത് ഒരു ഹോം മീറ്റിംഗിലൂടെയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മുൻപ് കോളേജിൽ ഇടക്കാലത്ത് ഞാൻ കുറച്ച് കോളേജിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ്. കാര്യം ഈ പറയുന്ന പോലെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയ എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ് എന്നെ, സാറേ ഇങ്ങനെ എനിക്ക് സാറിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാനത് പറയാൻ അത്രയ്ക്ക് കോൺഫിഡൻസ് എനിക്ക് ഇല്ല. അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നാൽ വളരെ നന്നായിരിക്കും. ഇതാണ് ഞാൻ ആദ്യം കേൾക്കുന്ന വാചകം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാം. അപ്പൊ ആദ്യത്തെ ഒരു തവണ വന്നിട്ട് എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല, വിളിച്ചിട്ട്. പിന്നെ രണ്ടാമതൊരു തവണ നമ്മൾ പോകുന്നു. അവിടെ ചെന്നപ്പോ ഞാനടക്കം ഒരു 3 പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അദ്ദേഹം വളരെ ഒരു മീൻസ് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു എന്റർപ്രണർ ആണ്. ഞങ്ങൾ ചെന്നു, ഞാനാണ് അവസാനമായിട്ട് ചെല്ലുന്നത്. ബാക്കി 2 പേര് ഇത്തിരി സമയമായിട്ടുണ്ട് അവിടെ വന്നിട്ട്, ഏകദേശം ഒരു 1/4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ മുഖത്ത് ഈ 3/4 മണിക്കൂർ ഇരുന്നതിന്റെ ചെറിയൊരു വിഷമം കാണാനുണ്ട്. കാര്യം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണ് ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വൈകിയത്. ആദ്യം തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാനൊരു വീഡിയോ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നു.
പിന്നീട് ഞാൻ ആ കമ്പനിക്ക് വേണ്ടി പല ഹോം മീറ്റിങ്ങുകളും ഞാൻ നടത്തുകയും അതുവഴി ഒരു മാർക്കറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈവൻ ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഈ ബാഡോറത്തിന്റെ നമ്മൾ ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴും ഞാൻ ഈ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് മിക്കവാറും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ സമയക്രമം പാലിക്കുക എന്നുള്ളത്. കാര്യം ഓരോരുത്തരുടെ സമയത്തിനും അവരുടേതായ വിലയുണ്ട്. അപ്പൊ ആ സമയത്തെ നമ്മൾ ആദ്യം വന്ന ഒരാള് നമ്മളൊരു ഉച്ചയ്ക്ക് 3 മണിക്ക് ഹോം മീറ്റിംഗ് പറഞ്ഞിട്ട് അദ്ദേഹം കറക്റ്റ് 2:55 വരുന്നു. അടുത്ത ആള് വരുന്നത് ചിലപ്പോൾ 4 മണിക്കാണെങ്കിൽ ഈ 2:55 വന്ന ആളെ 4 മണി വരെ വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സമയത്തിന് ഒരു വിലയും ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സമയനിഷ്ഠത പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോം മീറ്റിംഗിൽ. സമയനിഷ്ഠ ബഹുമാനത്തിന്റെ അടയാളമാണ്. നേരത്തെ വന്നവരെ ശല്യപ്പെടുത്തുകയുള്ള മറ്റുള്ളവരായി കാത്തിരിക്കരുത്. നമുക്ക് ആദ്യം നമ്മൾ 3 മണിയാണ് പറഞ്ഞെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റിനോ അപ്പുറം പോവരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 3 മണി എന്ന് പറഞ്ഞാൽ 3 മണിക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അത് ഒരാളാണ്. നമ്മളിപ്പോ ഒരു 5 പേരെ എക്സ്പെക്ട് ചെയ്ത മീറ്റിംഗിൽ ഒരാളെ വന്നിട്ടുള്ളൂ എങ്കിൽ ആ വന്ന ആളുടെ സമയത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അടുത്തത് അത് നമുക്ക് ഈവൻ ഒരു ആസ് എ പ്രസന്റർ അല്ലെങ്കിൽ ഞാൻ ഹോം മീറ്റിംഗ് വിളിച്ചു, ഞാൻ തന്നെയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് അതിലൂടെ സമയം അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ഒരു കാരണവശാലും അവർ വരട്ടെ എന്ന് പറയുന്നതിൽ ഒരു കാര്യം ഹോം മീറ്റിംഗിൽ നമ്മൾ പാലിക്കാനായിട്ട് കഴിയില്ല. കാര്യം അത് നമ്മൾ ഇന്റേൺ ഒരു അണ്ടർലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ളിലൂടെ നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നത് നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ള ഒരാൾ വരാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പോ ആദ്യം വന്ന ആള് നിങ്ങൾ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ടൈം ഷുഡ് ബി വെരി മച്ച് ക്ലിയർ. ഓക്കെ, ചിലപ്പം ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യാൻ പോകണം, നമ്മളൊരു പ്രസന്ററാണ്, ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന വേറൊരാളാണ്. അപ്പൊ നമ്മൾ ചോദിക്കും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തോടെ, അപ്പൊ അവർ അല്ലല്ല സാറേ എനിക്ക് ഇന്നൊരാള് വരാനുണ്ട്. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അവരോട് പറയാനുള്ളത് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചാൽ വന്ന ആളുടെ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമയം വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഹോം മീറ്റിംഗ് നമ്മൾ നടത്തുകയാണെങ്കിലും ശരി, മറ്റൊരു സ്ഥലത്ത് ഇതൊക്കെ നമ്മളിപ്പോ പാലിച്ചു വരുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഒരു ഹോം മീറ്റിംഗ് എങ്കിലും അത് പറയാതെ പോകാതിരിക്കാൻ വഴിയ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് നമ്മള് ചില വീടുകളിലൊക്കെ നമ്മൾ ഒരു ഇത്തരം ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു വളരെ വലിയ എന്താ പറയാ ഫുഡ് ഉണ്ടാക്കിയൊക്കെ വെക്കും. മീൻസ് പല രീതിയിലുള്ള ഭക്ഷണം. അപ്പൊ നമ്മുടെ ഒരു തവണ ഹോം മീറ്റിംഗ് നമ്മൾ പുറത്ത് കണ്ടക്ട് ചെയ്ത് അവർ അത്രയും ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോൾ അടുത്ത മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ചിന്തിക്കും, ദൈവമേ ഈ ഒരു ഹോം മീറ്റിംഗിന് തന്നെ ഇത്ര, ഇനി ഒരു 10 കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഏത് കഴിഞ്ഞാലും എന്റെ പോക്കറ്റ് കാലിയാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹോം മീറ്റിങ്ങുകളിൽ വലിയ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. വരുന്നവർക്ക് വീട്ടിൽ വരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ഈവൻ ഒരു നമ്മൾ പഴയ രീതിയിൽ ഒരു കട്ടൻ ചായയും ഒരു പരിപ്പോടയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഭക്ഷണ രീതി മാത്രം നമ്മൾ അനുവർത്തിക്കുക. സമയമാണ് ഇവിടെ പ്രാധാന്യം. നമ്മുടെ പ്രസന്റേഷനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഭക്ഷണത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചോളം ഒരു ഹോം മീറ്റിംഗ് നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാനാണ് ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഞാനായിരിക്കില്ല പ്രസന്റർ. മിക്കവാറും അങ്ങനെയാണ്. കാര്യം നമ്മൾ പറയുന്നത് തന്നെ എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം പറയാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പൊ അവരുടെ കൂടെ ഇരിക്കുക എന്നൊക്കെ ആയിരിക്കും നമ്മൾ ക്ഷണിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അതിന്റെ നമ്മൾ ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ വീട്ടുടമസ്ഥൻ എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും ഇരട്ട വേഷം ഉണ്ടാകും. നമ്മളൊരു ഹോസ്റ്റാണ്, എന്നാലും നമ്മളൊരു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. ഈ അവതാരകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ക്ലോസർ ആവുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആളെ നമ്മൾ ക്ഷണിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പ്രസന്റ് ചെയ്തതിനു ശേഷം നമ്മളുടെ അനുഭവങ്ങളും കൂടെ പറഞ്ഞ് ആ കാര്യം, ആ ബിസിനസ് അല്ലെങ്കിൽ ആ പ്ലാൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരെ സംസാരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു പബ്ലിക്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ,
ഇൻഡിവിജ്വൽ സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വീടുകളിൽ ക്ഷണിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ബഹുമാനിച്ചു കഴിഞ്ഞു. അവരെ നമ്മൾ പരസ്പര പിന്തുണയോട് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടത്തുക, അതാണ് ഹോം മീറ്റിംഗിന്റെ എയിം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മ്യൂസിക് ഒക്കെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇനീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ കണ്ട വീഡിയോകൾ, ഈ പാഠത്തിന്റെ വീഡിയോകൾ നമുക്ക് ഉപയോഗിക്കാം, മ്യൂസിക്സ് ഉപയോഗിക്കാം. കാര്യം വീഡിയോ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വലി കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇറങ്ങി ചെല്ലുക. കേൾക്കുന്നത് അതിനുശേഷം മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളുടെ പ്രസന്ററെ വളരെ കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തെ വളരെ നന്നായിട്ട് പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുന്നു. ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ അദ്ദേഹത്തിനും നമുക്ക് ഒട്ടനവധി സഹായം ചെയ്യും പ്ലാൻ പ്രസന്റ് ചെയ്യാനും മറ്റുള്ളതൊക്കെ. ഓക്കെ, വളരെ കൃത്യമായിട്ടുള്ള ഒരു അവതരണം, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രസന്റേഷൻസ് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടേതായിട്ടുള്ള അഡീഷൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തുടക്കത്തിൽ അതിനകത്ത് കൊണ്ടുവരരുത്. കൃത്യമായിട്ടുള്ള പ്രസന്റേഷൻസ്, ഓതറൈസ്ഡ് പ്രസന്റേഷൻ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. എപ്പോഴും കാര്യങ്ങൾ ഹോം മീറ്റിംഗിനെ സമയത്തോളം കാര്യങ്ങൾ നമ്മൾ വളച്ചു പറയേണ്ട കാര്യമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയാം. ഓക്കെ, സോ അത് എന്തായാലും നമ്മൾ ചെയ്യുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മീൻസ് ഇറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്. ഒരാള് ചെയ്ത് വിജയിച്ച ഒരു കാര്യം അടുത്ത ആള് എത്ര മാത്രം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ സക്സസ്. ഈ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഒരു വാട്ട് ഈസ് അവർ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കോപ്പി ബുക്കാണ്. കാര്യം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ജനിപ്പിക്കുന്നു, നമ്മൾ വളരുന്നു, നമ്മൾ ആരെ കണ്ടാണ് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ ആരായാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്? നമ്മളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം നമ്മൾ ലോകത്ത് ആദ്യം കാണുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ അച്ഛനും അമ്മയാണ്. അവരുടെ ലൈഫാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്കൂളുകളിലേക്ക് പോകുന്നു, അവിടെ നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് വരുന്നത് നമ്മുടെ ലൈഫിൽ ആരൊക്കെ വരുന്നു അവിടെയൊക്കെ നമ്മൾ കോപ്പി ചെയ്യണം. സോ അവർ ലൈഫ് ഈസ് എ കോപ്പി ബുക്ക്. ഏറ്റവും നന്നായിട്ട് ആര് കോപ്പി ചെയ്യുന്നു അവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവുക. അതേപോലെ തന്നെയാണ് നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമ്മൾ വിജയിച്ച ഒരു ലീഡറെ നമ്മൾ എത്രമാത്രം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അത്യാവശ്യം ചില അഡീഷൻസും സബ്ട്രാക്ഷൻസും ഒക്കെ ഉണ്ടാവുന്നതിൽ കൂടെ സോ ദ ബെസ്റ്റ് ഡ്യൂപ്ലിക്കേഷൻ ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ സീനിയേഴ്സിനെ നമ്മൾക്ക് മുന്നേ സക്സസ് ആയിട്ടുള്ള ആളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. റൈറ്റ്, ഏതായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല റോൾ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡ്യൂസറും ഒരു ക്ലോസറുമാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് കാര്യം ഈ പ്രസന്റർക്ക് നമ്മളെ ക്ഷണിച്ച ആൾക്കാരുടെ ഭാവം അല്ലെങ്കിൽ അവരുടെ രൂപം അവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നില്ല. പക്ഷെ നമുക്ക് ഓരോരുത്തരെയും നമുക്കറിയാം, ഇൻഡിവിജ്വലി അവർ എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ ഇന്റൻഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഏറ്റവും നല്ല ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്. ആ ക്ലോസിംഗ് ചെയ്യലാണ് നമുക്ക് ആ ബിസിനസ്സിനെ നമ്മുടെ പ്രാക്ടിക്കലി ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു ബിസിനസ് ക്ലോസർ ആകുമ്പോഴാണ്. ഒരു ഹോം മീറ്റിംഗിൽ ഹോസ്റ്റും ക്ലോസറും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. അടുത്തൊരാൾക്ക് വേണ്ടി നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇനി മറ്റൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ സഹായിക്കാം, മീറ്റിംഗ് ഒരുക്കാൻ നമുക്ക് സഹായിക്കാം. അവരുടെ ഉള്ളിലുള്ള എനർജി ലെവൽ വളരെയധികം കൂട്ടിക്കൊണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവരെ നമുക്ക് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇവിടെയും ഡ്യൂപ്ലിക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയട്ടെ. ഇനി ഒരു ഹോം മീറ്റിംഗ്, ഞാൻ ഇപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ഒരു ട്രഡീഷണൽ ഹോം മീറ്റിംഗ് ആണ്. ഓക്കെ, ഈ ട്രഡീഷണൽ ഹോം മീറ്റിംഗിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ന്യൂ ജനറേഷൻ മീറ്റിംഗ് ആക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മീറ്റിംഗിൽ ഫിസിക്കൽ പ്രസൻസ്
ചില ആൾ പറയും, അയ്യോ ഡോക്ടറെ അന്നത്തെ ദിവസം എനിക്ക് വരാനായിട്ട് കഴിയില്ല. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ആ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഒന്ന് ഓൺലൈനിൽ ഇരിക്കാമോ? അത് നമുക്ക് ചോദിക്കാം. ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഫിസിക്കലി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയും. സോ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ സൂം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവരെ നമുക്ക് എന്ത് ചെയ്യിക്കാം, നമ്മുടെ ഹോം മീറ്റിംഗ് നടക്കുമ്പോൾ അവരെ നമുക്ക് ഓൺലൈനിലേക്ക് ഇരുത്താം. സോ അവരെന്താണ് ഫീൽ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി അവരില്ലെങ്കിലും അവരുടെ പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നു എന്ന് പറയാം. സോ ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് ക്ലബ് ചെയ്ത് നമുക്ക് ഹോം മീറ്റിംഗിൽ കൊണ്ടുവരാം. ഓക്കെ, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരെ നമുക്ക് ഇരുത്താം. അപ്പൊ അവിടെ നമ്മൾ അവരെ ഓൺലൈനിൽ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി അവർ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഫിസിക്കലി ഇല്ലെങ്കിൽ കൂടെ അവരുടെ മൈൻഡ് നമുക്ക് നോർമൽ മീറ്റിങ്ങുകളേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് ഹോം മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. റീച്ച് വർദ്ധിപ്പിക്കാൻ, നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ മീൻസ് ഓൺലൈൻ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഓൺലൈനിൽ കണ്ടവരെ നമുക്ക് പിന്നീട് ഓഫ്ലൈൻ കണക്ട് ചെയ്ത് നമുക്ക് വിശ്വാസം നമുക്ക് കൂട്ടിയെടുക്കാം, അവരെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയും. ഓൺലൈൻ പ്ലസ് ഹോം മീറ്റിംഗിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ മീറ്റിംഗിന്റെ അതേ അവസ്ഥയിൽ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ് ആണ്. ഓക്കെ, നമ്മളാണ് ഇതിന്റെ ഉടമ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ് എന്നുള്ളത് എസ്പെഷ്യലി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയും നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു വിശ്വാസവുമാണ്. ഓക്കെ, കാര്യം ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത്, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ദെൻ എന്താണ്, നമുക്ക് മറ്റു വല്ല ഓഫീസുകളില്ല, മറ്റൊന്നുമില്ല, എല്ലാം നമ്മളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ റിസ്ക്കും കൂടുതലാണ്, നേരെ മറിച്ച് സൗകര്യവും കൂടുതലാണ്. ഓക്കെ, നമ്മള് ഒരു പൈസ പോലും നമ്മൾ മറ്റുള്ള രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നില്ല, ക്യാപിറ്റൽ ഇതിനകത്തേക്ക് വരുന്ന ക്യാപിറ്റൽ ഇല്ല, മറ്റുള്ള രീതിയിലുള്ള ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റിലില്ല. ടോട്ടലി നമ്മൾ വാങ്ങിക്കുന്ന സാധനം അല്ലെങ്കിൽ ഇതിനകത്ത് മാത്രമുള്ള ഒരു ചെറിയ ട്രഡീഷണൽ ബിസിനസിനേക്കാളും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇതിനകത്തുള്ളൂ ഫിനാൻഷ്യലി. പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട്, ഏറ്റവും കൂടുതൽ മനസ്സ് നമ്മൾ ഇടേണ്ട ഒരു ബിസിനസ് ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ് തന്നെയാണ്. ഒരു ടീം ഇല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ടീം ഉണ്ടാക്കിയെടുക്കുന്ന ടൂളായ ഹോം മീറ്റിംഗ് ആണ് നമ്മളിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോ സംശയങ്ങൾ ഉണ്ടാവാം, വെല്ലുവിളികൾ വരും, അതിജീവിക്കാനുള്ള ശക്തിയും നമ്മളിൽ തന്നെ ഉണ്ട്. ഒരു ടീം ഒരിക്കലും ഭയപ്പെടുന്നില്ല. നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് ഫോമാറ്റിനെ നമുക്ക് മാറ്റി കൊണ്ടുവരാം. ഓക്കെ, പിന്നീട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നതിനനുസരിച്ച് നമുക്ക് ഫോമാറ്റ് മാറ്റാം. ഫോർമാറ്റ് മീൻസ് പ്രസന്റേഷൻ ഫോർമാറ്റ് നമുക്ക് മാറ്റാം. ഓക്കെ, ന്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം, ന്യൂർ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഈവൻ നമുക്ക് ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ബയോഡോർത്തിന്റെ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മളൊരു റിസർച്ച് നടത്തി കൂടുതൽ പഠിച്ച് പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വിശ്വസനീയമായ മേഖലകളിൽ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ പ്രസന്റേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ ആ പ്രസന്റേഷനിൽ നമുക്ക് വളരെ നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് കഴിയും. അതിലൂടെ നമുക്ക് ബന്ധവും വിശ്വാസവും എല്ലാം നമുക്ക് കൂട്ടി ഉറപ്പിച്ചിട്ട് നമ്മുടെ ബിസിനസ് കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് തന്നെ തീരുമാനിക്കുക. 1-to-1 നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇരുത്തിയിട്ട് ഹോം മീറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പരസ്പരം, കാര്യം ഒരാളോട് പറയുമ്പോൾ നമുക്ക് ആ ബിസിനസിന്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് വരുന്ന ആൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല. നേരെ മറിച്ച് ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ ആ ആൾക്കാരുടെ മനസ്സിൽ എത്തുന്ന കാര്യം, അതിനെക്കുറിച്ചുള്ള വിശ്വാസവും നമ്മൾ കൂടും. ഡെഫിനറ്റ് ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 6 പേര് നമുക്ക് മതി എന്നുള്ളതാണ്.
6-നപ്പുറം നമ്മളൊരു 10-15 പേരെ വെച്ച് നമുക്ക് മീറ്റിംഗ് ചെയ്യാം. പക്ഷെ ഈ വരുന്ന ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് മാത്രം. അല്ലാതെ ഈ വരുന്ന ഏതായാലും നമ്മൾ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ അത് കുറച്ച് ഒരു അപ്ലൈൻ ലീഡറെ നമ്മൾ പ്രീണിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചു കൂട്ടുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോ ക്ഷണിക്കുന്ന ആൾക്ക് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടണം. അപ്പൊ അത്തരത്തിൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇന്ന് തന്നെ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ ഒരു തീരുമാനം, അടുത്ത ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് ടീമിനെ നമ്മൾ ഇൻസ്പയർ ചെയ്യുക. ടീം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസ് കുറവാണ്. നമ്മളൊരു ഹാൾ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഹാളിന്റെ റെന്റ് നമ്മൾ പേ ചെയ്യണം, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ആവശ്യമില്ല ഹോം മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ്, ടൂളാണ് ഹോം മീറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് മറ്റൊന്നും നമുക്ക് പറയാനായിട്ടില്ല. ഹോം മീറ്റിംഗ് ആയിരിക്കണം നമ്മുടെ ടീം ബിൽഡിങ്ങിന്റെ അടിത്തറ. അതിലൂടെ ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് ആൾക്കാരുമായിട്ടുള്ള അടുപ്പവും നമുക്ക് കൂടും, അവരുമായിട്ടുള്ള ബന്ധവും നമ്മൾ കൂടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വിജയത്തിന്റെ ആണിക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല് എന്നുള്ളത് ഹോം മീറ്റിംഗ് തന്നെയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എളുപ്പം വേണമെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നു ഒരു 5-8 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചോ അല്ല മറ്റുള്ള പൊതുവായിട്ടുള്ള കാര്യം, എനിക്ക് അത്രയേ ഈ പറയുന്ന പോലെ സമയം നമുക്ക് എല്ലാവരുമായിട്ട് സംവദിക്കാൻ നിങ്ങളായിട്ട് കിട്ടാറുള്ളൂ. അപ്പൊ ആസ് എ ഡോക്ടർ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നമ്മുടെ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങളുമായിട്ട് ഇത്രയും കാര്യം സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ഓൾ. നല്ലൊരു ദിവസം നിങ്ങൾ ആശംസിക്കുന്നു. എളുപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓട്ടോ രാശ്രീ മാം. സർ താങ്ക് യു. നല്ലൊരു ക്ലാസ് അല്ലേ, നല്ലൊരു അടിപൊളി. നമുക്ക് ഹോം മീറ്റിങ്ങിന് എന്തിനെ പറ്റി കൂടുതൽ അറിയാത്ത കാര്യങ്ങളൊക്കെ സാറിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ലേ. ഹോം മീറ്റിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആരും അത് കൂടുതലായിട്ട് അതിന് ഇത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ കൊടുത്തേ പറ്റുള്ളൂ. ഹോം മീറ്റിങ്ങിലൂടെയാണ് നമ്മുടെ ബിസിനസിന്റെ വളർച്ച കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഇത് കുറഞ്ഞ സമയമുള്ളൂ, ഒരു 5-8 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് നടത്തണമെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, നിങ്ങളുടെ ഏതൊരു ലീഡറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അത് കണ്ടക്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ആരെയും വേണമെങ്കിലോ അത്യാവശ്യം ആര് വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരായാലും നമുക്ക് പിന്നെ നിങ്ങളുടെ ഹോം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. ബിസിനസിന്റെ വളർച്ചക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും, ബിസിനസ് മാത്രമല്ലല്ലോ, നമ്മുടെ ആരോഗ്യപരമായിട്ട് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ കയ്യിലുള്ളത് അല്ലെ. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊണ്ടും, എല്ലാ പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ MLM ബിസിനസ്സിൽ പിന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ച പ്രാധാന്യമേറിയ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ നമുക്കൊരാളോട് പറയുന്നതിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഹോം മീറ്റിങ്ങിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഡോക്ടർ സുമേഷ് സാറിനെ പോലുള്ള ആളുകളും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിലോ ഹോം മീറ്റിങ്ങിന് നല്ല കാര്യമല്ലേ. ഡോക്ടറും അതേമാതിരി ഡോക്ടർക്കും എന്താ പറയാ ടൈം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ക്ലാസ് കൂടെ വരാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഡോക്ടറെ അതിലൂടെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ, അതല്ലെങ്കിൽ നമുക്ക് വെറുതെ. റീസെന്റ് ആയിട്ട് നമ്മള് ഈ ബയോഡോറത്തിൽ ഞാൻ വന്നതിന് ശേഷം നമ്മള് കുറച്ച് മീറ്റിങ്ങുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തു. ഇപ്പൊ റീസെന്റ് എനിക്കും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നെന്ന് പറയുന്നത് സെയിം ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഒരാളോട് ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ആ ഇന്ററാക്ഷന് കുറെ തടസ്സങ്ങൾ വരുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളത്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ, ഈവൻ നമ്മളിപ്പോ റീസെന്റ് ആയി ചെയ്തിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഹോം മീറ്റിംഗിലൂടെ വന്ന ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ പ്രാക്ടിക്കലി തന്നെ അത്രയും ആത്മവിശ്വാസത്തോടെ പറയാനായിട്ട് കഴിയും, ഹോം മീറ്റിംഗ് ഈസ് ഹൈലി പവർഫുൾ.
എന്റെ 160 ആൾക്കാരുണ്ടായിട്ട് ആർക്കും ഒരു സംശയവും നിങ്ങക്ക് ചോദിക്കാനില്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോ ഗുഡ് മോർണിംഗ് വെൽക്കം. ചോദിച്ചോളൂ. സംശയമല്ല, പലപ്പോഴും ഇന്ററാക്ഷനിലൂടെ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. നമുക്ക് പല ആളുകൾക്കും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഈ നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരുപാട് അത് തുറന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വേദി കൂടിയാവും. പ്രത്യേകിച്ച് നമ്മള് ഈ മാഗ്നറ്റിക് തെറാപ്പിയും അതുമായി അനുബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഈ ഓപ്പർച്യൂണിറ്റി ആളുകളിലേക്ക് പറയുമ്പോൾ ഒരുപാട് മുൻകാല എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് പല ആളുകളും ഇതിനെ മുൻവിധിയോടെ കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ് ആകുമ്പോൾ, ഒരു ഫാമിലി ഗ്രൂപ്പ് ആകുമ്പോൾ അത് നമുക്ക് മാറ്റിക്കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് സാറിന്റെ തന്നെ എക്സ്പീരിയൻസിലൂടെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വ്യക്തമായിട്ട് തന്നെ സാർ അതിനെ കുറിച്ച് വളരെ ഇപ്പോ ഏറ്റവും കൂടുതൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ കൂടി സാറുമായിട്ട് ഇതുപോലെ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. പക്ഷെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് സാറിന് ഇപ്പോഴത്തെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു ഹോം മീറ്റിംഗ് ആകുമ്പോൾ ആ വീട്ടിലുള്ള വീട്ടമ്മമാരെയും അല്ലെ അടുത്ത് നമ്മൾ കൂട്ടുന്ന വീട്ടമ്മമാരെയും വളരെ ആയാസരഹിതമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും. കാരണം അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് അവരോട് കൂടുതൽ സംവദിക്കാനുമുള്ള ഒരു വേദിയായിട്ട് അത് മാറും. ഒരു വലിയൊരു ക്ലൗഡിന്റെ മുന്നിലാവുമ്പോൾ ആളുകൾ ആരും ഇത് സംശയ ദൂരീകരണത്തിന് വേണ്ടി ശ്രമിക്കത്തില്ല. അപ്പൊ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ നമുക്ക് രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും ഈ ഹോം മീറ്റിംഗ് എന്ന കാര്യത്തിൽ ഇല്ല. സാറിന്റെ എല്ലാവിധ ആശംസകളും നേടുവാണ് ഇത്തരം അറിവുകൾ നമുക്ക് സാർ നേടിത്തന്നെ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ക്ലിയറിംഗ് ജേക്കബ് സാർ പറഞ്ഞതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് നമുക്ക് വരുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലുണ്ടാവും. ഒരു ഹാളില് ഒരു 50-100 ആൾക്കാരുടെ ഇടയിൽ നിന്ന് ചില ആൾക്കാരെ സംശയം ചോദിക്കാൻ പ്രയാസമാണ്. പക്ഷെ നേരെ മറിച്ച് വീട്ടില് 5-6 ആളായി ആവുമ്പോൾ എളുപ്പത്തിൽ സാർ പറഞ്ഞത് വലിയ പോയിന്റ് ആണ്. ഡൗട്ട് ക്ലിയറിംഗിന് ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഹോം മീറ്റിംഗ്. ആൾക്കാർ ചോദിക്കും, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഹോം മീറ്റിംഗിന്റെ പ്രാധാന്യം? അത് നമ്മളെല്ലാവരും ചെയ്തിരിക്കണം. എല്ലാവരും അതിന് മടിച്ചിരിക്കുകയാണ്. ഒന്നും മടിക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മളെ സ്വന്തം വീട്ടിലല്ലേ നമുക്ക് വന്നിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആളുകളും നമുക്ക് ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഒന്നാമത് ഇപ്പൊ ഡോക്ടർക്കാൻ അറിയാം. അപ്പൊ നമ്മുടെ ഇൽനെസിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ സുമേഷ് സാർ അല്ലെ. അപ്പൊ ആ ഡോക്ടർ സുമേഷ് സാറ് ഇത്രയും നല്ലൊരു പ്രൊജക്റ്റിലേക്ക് നമ്മളിലേക്ക് വരാനും നമ്മളെ കൂടെ വരാനും നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ തയ്യാറായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതായത് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റ ആവട്ടെ അല്ലെങ്കിൽ മെറ്റ ആവട്ടെ ഇതെല്ലാം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ക്ലിപ്സ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും വിദേശ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് വലിയൊരു വാർത്തകൾ വരുന്ന ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോ എന്താണ് നമ്മുടെ ഇൽനെസ് ഇൻഡസ്ട്രി, അപ്പൊ അവിടെ നമ്മുടെ വെൽനെസ് ഇൻഡസ്ട്രിക്കുള്ള പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കാൻ അത് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു കർത്തവ്യമാണ്, നമ്മുടെ ഭാഗ്യമാണ് എന്നുള്ളത് എല്ലാരും തിരിച്ചറിയുക. ഓക്കെ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി വരാതിരിക്കാൻ നോക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരൊറ്റൊരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയേണ്ടവരോട് ഇത്രേ പറയാനുള്ളൂ. കാര്യം കാശ് ഉണ്ടാക്കുന്നവൻ ഈ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഇതിൻ്റെ അകത്ത് കാശ് ഉണ്ടാക്കാനുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ്. സോ അങ്ങനെയുള്ളവരെ നമ്മൾ കാശ് ഉണ്ടാക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ അസുഖം വരാതെ നമ്മൾ നോക്കേണ്ടതാണ് എന്നുള്ള ഒരൊറ്റൊരു മെസ്സേജ് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? കാരണം ലോകം മുഴുവനുള്ള ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ മറ്റ് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ചാൻ നീളത്തിൽ കിടക്കുന്ന ഈ കേരളത്തിലാണ് സിംഗപ്പൂരിലും അമേരിക്കയിലും ഒക്കെയുള്ള കമ്പനികൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് എത്രമാത്രം ഗ്രോത്ത് അവര് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ
നമുക്ക് ഇവിടെ കിടക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, അങ്ങോട്ട് പരന്ന് കിടക്കാണ്. പണ്ട് ആരോ ചെരുപ്പ് ഉപയോഗിക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നിറങ്ങിയിട്ട്, അയ്യോ സാറേ ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ ചെരുപ്പിന് യാതൊരു സ്കോപ്പില്ല എന്ന് ഒരാളും, മറ്റൊരാള് ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെലവാക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഓരോ ആൾക്കാരോട് പറയുമ്പോൾ അതെന്താ ഇപ്പം അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയാൽ മതിയല്ലോ. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഇന്നിപ്പോ കേരളത്തിലുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ 90% ഷെയറുകളും മറ്റ് കമ്പനികൾ വാങ്ങിക്കൊണ്ടുപോയി. അവർ വാങ്ങിക്കൊണ്ടു പോകുന്നത് വെറുതെ അല്ല. അവര് നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 10 രൂപ ഉണ്ടാക്കാനല്ലാതെ 1 രൂപ 50 പൈസയാക്കാൻ ആരും ചിന്തിക്കില്ല, അവരാരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇനിയും ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ അവരുടെ കാര്യം നമുക്ക്, അവരെ കുറിച്ച് നമ്മൾ ഓർത്ത് മീൻസ് നമ്മൾ എന്താ പറയാ, അവരെ സഹതിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വെൽനെസ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുക. ആ സംസാരിക്കാനുള്ള ഏറ്റവും വലിയ ടൂളായിട്ട് ഹോം മീറ്റിങ്ങിനെ നിങ്ങൾ എല്ലാവരും മാറ്റിയെടുക്കുക. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവർത്തിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു രാജനോട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ നമുക്ക് മനോജ് സാറിനെ ക്ഷണിക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഡോക്ടർ സുമേഷ് സാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഡോക്ടർ സുമേഷ് സാറിന്റെ ഇതിൽ നമ്മളൊരു എക്സിബിഷൻ പോലും ഞങ്ങൾക്ക് ചെറിയ തോതിൽ ഞങ്ങളൊരു ചെറിയൊരു എക്സിബിഷൻ പോലെ നടത്തിയിട്ടുണ്ട്, ആളുകളിലേക്ക് എത്തിക്കാൻ തന്നെ. അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനെയും നമുക്ക് പറ്റും. നമുക്ക് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചെറിയ തോതിലുള്ള എക്സിബിഷനുകളും നമുക്ക് ഇതിലൂടെ സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക. അത് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല. അപ്പൊ ആ ഒരു ഇത് നമ്മൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പ്രാധാന്യം ഏറി വരികയാണ് ഇനി അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടില്ല, എല്ലാവർക്കും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനോജ് സാർ നമ്മുടെ ഇതില് ഇപ്പൊ അവൈലബിൾ ആണെങ്കിൽ സാറിന്റെ കൂടി ഒരു 1-2 വാക്കുകൾ നമുക്ക് കേട്ടിട്ട് കൺക്ലൂഡ് ചെയ്താലോ എന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാർ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ച അല്ലെ, ഇത്രയും ജനങ്ങളുടെ വെൽത്തും ഹെൽത്തും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഇത് നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല മനോജ് സാറിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പുകഴ്ത്തല്ല, മനോജ് സാറിനെ അത്രയും സ്നേഹപൂർവ്വം നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ മനോജ് സാറിനെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ സൂമിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തു. അപ്പൊ ഞാന് മനോജ് സാർ അവൈലബിൾ ആണെങ്കിൽ മനോജ് സാറിന് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറാണ് നമ്മളുമായിട്ട് സംവദിച്ചത്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. ഇന്നത്തെ സബ്ജക്ട് ഹോം മീറ്റിംഗ് ആണ്. ഹോം മീറ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചത്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു അല്ലെ, ഇൽനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്തുകൊണ്ട് വെൽനസ് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം സാറിനറിയാം, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഡസ്ട്രി ഇൽനസ് ഇൻഡസ്ട്രിയാണ്. ഭീമാകാരങ്ങളായ അമേരിക്കൻ കമ്പനികൾ, വിദേശ കമ്പനികൾ കോടാനുകോടി രൂപ ഇന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കേരളം ഇന്ന് മഹാരോഗത്തിന്റെ പിടിയിലാണ് ഇല്ലേ. 43% മുതൽ 45% വരെ ഇവിടെ ഷുഗർ രോഗികളാണ്. അതായത് നേർപകുതി 3.5 കോടി 4 കോടി ജനങ്ങൾ കേരളത്തിൽ 2 കോടി ഷുഗർ പേഷ്യൻസ് ആണ്. ഇപ്പൊ 5% അത് ഇനിയും ഗ്രോ ചെയ്യും. അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മഹാമാരിയാണ്. ക്യാൻസറിനേക്കാൾ വലിയ രോഗമാണ് ഷുഗർ എന്ന് പറയുന്നത്. അത് സർവ്വസംഹാരിണിയാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുന്നത് അല്ലേ, മുഴുവൻ ഇതിനെ നശിപ്പിച്ചു കളെ. അപ്പൊ വളരെ ചാൻസ് ഇവിടെ ഉണ്ട് കൊണ്ടാണ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സാറ് എന്തുകൊണ്ട് വെൽനസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പണം അങ്ങോട്ട് ചെലവാക്കും അല്ലേ, രോഗം തൽക്കാലത്തേക്ക് മാറും, അടുത്ത രോഗം വരും. പക്ഷെ ആ ഇൽനസ് ഇൻഡസ്ട്രിയെ വെട്ടുന്ന രീതിയിൽ അതിനേക്കാൾ നമ്പർ 1 ആയിട്ട് വേൾഡ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മറുഭാഗത്തുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ട് എന്റെ സുഹൃത്തുക്കളെ, അതാണ് വെൽനസ് ഇൻഡസ്ട്രി. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ ഇൽനസ് ഇൻഡസ്ട്രിയേക്കാൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രി ആയിട്ട് വെൽനസ് ഇൻഡസ്ട്രി മാറാൻ വേണ്ടി പോവാം. അതിന്റെ ഭാഗമാകണോ ഇതിന്റെ ഭാഗമാകണോ ഇല്ലേ? അപ്പൊ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകണം.
അതുകൊണ്ട് തന്നെയാണ് സാറ് ഇതിനകത്തേക്ക് കടന്നു വരാനുള്ള കാരണം. അവിടെ രോഗം വന്നിട്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ ഇവിടെ രോഗം വരാതിരിക്കാനാണ് ചികിത്സിക്കുന്നത് നമ്മൾ, അല്ലെ? അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് വേണ്ടുന്ന അവയർനെസ് കൊടുത്തുകൊണ്ട് നമ്മളുള്ള ഉൽപ്പന്നങ്ങൾ അവരെ വാങ്ങിപ്പിച്ച് ബോധ്യപ്പെടുത്തുക. അവർ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഇഷ്യൂസ് സോൾവ് ആവുകയും അതുപോലെ നല്ലൊരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം അവർക്ക് നല്ലൊരു ഹ്യൂജ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. നേരെ കുറച്ച് ആശുപത്രി പോയാൽ ഫിനാൻഷ്യൽ ഫ്രീഡം പോയിട്ട് ഉള്ളത് മുഴുവൻ വിറ്റ് കടം കയറി തൊലഞ്ഞേ ഇല്ലേ, അവസാനം ആൾ മരിക്കുകയും ചെയ്യും. ഉള്ള സ്വത്ത് അതുവരെ സമ്പാദിച്ച 60 വർഷം 70 വർഷം സമ്പാദിച്ച മുഴുവൻ അവിടെ തുലക്കുകയും ചെയ്യും, ഇല്ലേ? ഇവിടെ അതല്ല. ഇവിടെ ആരോഗ്യം കിട്ടുന്നതോടൊപ്പം സമ്പത്തും കിട്ടുന്നു. അതുകൊണ്ട് ജനങ്ങളെ ഇതിലേക്കാണ് നയിക്കേണ്ടതുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രിയങ്കരനായ സുമേഷ് സാറ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്. അത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്. ഡോക്ടറെ പോലുള്ള ഒരു നല്ല വ്യക്തിയെ നമുക്ക് ടീമിൽ കിട്ടുക എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ സുമേഷ് സാറിന് ഒരിക്കൽ കൂടി കേരള ബയോടെക് കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരുള്ള നന്ദിയും ബഹുമാനവും ആദരവും കടപ്പാടും സ്നേഹവും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുക. ഇനി നമ്മുടെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ വിജയിക്കണമെങ്കിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്താലേ വിജയിക്കുള്ളൂ. ഞാനും ബയോടോറിയം ചെയ്തു, 4 വർഷമായി ചെയ്യുന്നത്. മനോജ് ജോയിൻ ചെയ്ത അന്നേ ദിവസം ഞാൻ ജോയിൻ ചെയ്തതാണ്. മനോജിന് 4 കോടി ആകാൻ വേണ്ടി പോകുന്നു. എനിക്കിപ്പോൾ 40,000 കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന ആളുകളെ കാണാം, അല്ലേ? എന്തുകൊണ്ട്? വൈ, അല്ലെ? എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? അതിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മുടെ ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ തന്നെ വിജയിക്കണമെങ്കിൽ ഓരോ ഡ്യൂട്ടി ഉണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ചില ഡ്യൂട്ടി ഉണ്ട്, അല്ലെ? സ്കൂളിൽ പോകണം, കൃത്യസമയത്ത് എഴുന്നേൽക്കണം. 10 മണിക്ക് എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇല്ല, അല്ലെ? സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പോകുമ്പോഴാണ് ആ മേഖലയിൽ ആ കുട്ടി വിജയിക്കുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. വളരെ ഡയറക്ട് സെല്ലിംഗ് സിമ്പിൾ ആണ്. ഇവിടെ നോ ബോസ് ബിസിനസ് ആണ്. അതാണ് ഇവിടെ സാറ് സൂചിപ്പിച്ചത്. നിങ്ങളെ നിയന്ത്രിക്കാനോ നിങ്ങളെ വഴക്ക് പറയാനോ ആരുമില്ല, അല്ലെ? ഒരു അപ്പനെ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം അയാളോട് ദേഷ്യമാണ്, ശരിയല്ലേ? പിന്നെ അയാളെ വിളിക്കില്ല നമ്മള്. അപ്പൊ ഇവിടെ നോ ബോസ് ബിസിനസ് ആയത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യം പലരും എടുക്കുന്നു. അതുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നില്ല പലരും. അതാണ് വിജയിക്കാതെ പോകുന്നത്. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ നടക്കുന്ന സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സൂം മീറ്റിംഗ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടൂളാണ്. പല സ്ഥലത്തുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, പുതിയ പുതിയ അറിവുകൾ ഷെയർ ചെയ്യും. രണ്ടാമത്തേതാണ് 1 to 1 എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഒരാളെ കാണുന്നു, ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ബോധവൽക്കരണം നടത്തുന്നു, അവിടെ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത സ്റ്റെപ്പാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഉറപ്പിച്ചും തർപ്പിച്ചും ആവർത്തിച്ചും പറയുന്നു, ഈ സക്സസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഹോം മീറ്റിംഗ് ആണ്. നിങ്ങൾ എത്ര ഹോം മീറ്റിംഗ് നടത്തി എന്നുള്ളതാണ് നിങ്ങളെ വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മളിവിടെ ബിൽഡിംഗ് പണിയാൻ പോകുന്ന വലിയ ബിൽഡിംഗ് ആണ് പണിയാൻ പോകുന്നത്, അല്ലെ? എത്ര നില വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളാം. 10 വേണോ, 100 വേണോ, 25 വേണോ, 500 നില വേണോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു 1000 നിലയാണ് പണിയാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു സഹസ്ര കോടീശ്വരനാവാനത്ത് സാധിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായ? ഇപ്പൊ പഴയ 100 പോയി കേട്ടാ, ശതകോടിയൊക്കെ പോയി. ഇപ്പൊ സഹസ്ര കോടീശ്വരനാകാൻ വേണ്ടി സാധിക്കുന്ന പ്ലാറ്റ്ഫോമിലാണുള്ളത് സുഹൃത്തുക്കളെ. നിങ്ങൾ മാനസികമായിട്ട് വളർന്നാൽ മതി. അതിനുള്ള അടിത്തറ വേണം. ആ അടിത്തറയാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഹോം മീറ്റിംഗ് ആരൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ടീം സക്സസ് ആവും. എന്താ ഹോം മീറ്റിംഗിന്റെ പ്രത്യേകത? എല്ലാം ഇവിടെ സാറ് പറഞ്ഞു കഴിഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഇരുന്ന് ചേർന്നിട്ടാണ് ആ പ്രോഗ്രാം നടന്നത്. അച്ഛനും അമ്മയും മക്കളും കുട്ടികളും കുട്ടികളും ഒക്കെ അച്ഛൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മ എന്താണ് ചെയ്യുന്നത്, ആ കുടുംബത്തിന് ഉത്തമ ബോധ്യം ഉണ്ടാവും. ഇത് പലരും ഒളിച്ചും പാത്തിയാണ് ചെയ്യുന്നത്. ഭാര്യ അറിയുന്നത് ഭർത്താവ് പറയണ്ട, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ പറയും പോകണ്ടാന്ന് പറയും, അല്ലെ? ഭർത്താവ് പോകുമ്പോൾ ഭാര്യ പറയും പോകണ്ടാന്ന് പറയും. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയാ, അല്ലെ? അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ 24 hours into 7 into 365 days നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഒരു പാഷനായിട്ട് ബയോടോറിയം ഏറ്റെടുക്കാൻ വേണ്ടി അവിടെ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. പാത്തും പതുങ്ങിയും ചെയ്താലും ഇത് വിജയിക്കാൻ പറ്റില്ല. അത് എവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ജേക്കബ് സാറ്, അല്ലെ? ഭാര്യയായിട്ട് അങ്ങ് ഇറങ്ങണത്. നീ ഭാര്യ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറ്റി പോവാണ് ഭാര്യ, അല്ലെ? ഭാര്യയാണെങ്കിൽ ജേക്കബ് സാറിനെക്കാളും വളരെ എനർജറ്റിക് ആയിട്ട് നീ വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന്റെ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണം ഇത്. അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. ഒരാൾ വടക്കോട്ട് വലിക്കുമ്പോൾ ഒരാൾ തെക്കോട്ട് വലിച്ചാൽ വിജയിക്കില്ല. അതിനകത്ത് പല കുടുംബങ്ങളിലുള്ള പ്രശ്നമാണത്. ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കിറ്റ് ഓപ്പണിംഗ് സെറിമണി വിത്ത് ഹോം മീറ്റിംഗ്. മനസ്സിലായ? കിറ്റ് ഓപ്പണിംഗ്, ആ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് വീട്ടുകാരെ എല്ലാം പരിചയപ്പെടുത്തി അതിന്റെ ഡെമോ, ഇതിന്റെ വീഡിയോസ്, ഇത് ഉപയോഗിച്ച റിസൾട്ടുകൾ, അവർ ഗുണങ്ങളെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സയൻസ് ഒന്നും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട. വീഡിയോസ്, ഇത് ഉപയോഗിച്ച ആളുകൾ കിട്ടിയ വീഡിയോസ് ഒക്കെ പറഞ്ഞ്, അല്ലെ, അങ്ങ് കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ ആ കുടുംബം ഓക്കെ ആയി, അല്ലെ?
കുടുംബം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത്. ലഹള കൂടുന്നതല്ല കുടുംബം കേട്ടാ. ഇന്ന് മിക്കവാറും വീട്ടിൽ ലഹളയാണ്. എന്റെ മാലയൊക്കെ പണയം വെച്ച് പോയില്ലേ, അത് പോയില്ലേ, ഇത് അതിനൊക്കെ വഴി ഉണ്ടാക്കാൻ ഇവിടെ സാധിക്കും ഇല്ലേ. ഒന്നുമില്ലാത്ത സീറോയിൽ നിന്നും ഇല്ലേ എല്ലാം തകർന്ന് സ്വപ്നം പോലും ബാക്കി ഉണ്ടായിരുന്നല്ലോ സുഹൃത്തുക്കൾ. അവിടെ നിന്നാണ് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ വേണ്ടിയിട്ട് ബയോട്ടോറിയം ഏറ്റെടുത്തപ്പോൾ എനിക്ക് സാധിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ സാധിക്കും. എന്നേക്കാൾ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ. അതുകൊണ്ട് ഹോം മീറ്റിംഗ് ആണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ആ ഹോം മീറ്റിംഗിന്റെ പ്രാധാന്യം ഡോക്ടർ പറഞ്ഞു. ഹോം മീറ്റിംഗിലേക്ക് നമ്മൾ വിളിക്കാറിയാ. റോട്ടിൽ ഇന്നലെ കണ്ട ആളെ വിളിക്കുവോ? എവിടെയെങ്കിലും കണ്ട് പരിചയപ്പെട്ട ആളെ വിളിക്കുവോ? നമ്മുടെ ഏറ്റവും പെറ്റായിട്ടുള്ള ഏറ്റവും സുഹൃത്തുക്കളെ അല്ലെ, എടാ പോടാ എന്ന് വിളിക്കുന്ന അല്ലെ, അത്രയും പരിചയമുള്ള ആളുകളെയാണ് നമ്മൾ ഹോം മീറ്റിംഗിലേക്ക് വിളിക്കുക. അവര് നിങ്ങൾ വിളിച്ചാൽ വരില്ലേ? നിങ്ങളൊരാവശ്യം വരുമ്പോൾ വിളിച്ചാൽ വരുന്നവരല്ലേ അവര്. അപ്പൊ അങ്ങനെ 5, 6, 10 താഴെ ആളുകളെ വിത്ത് ഫാമിലി വിളിക്കണം എപ്പോഴും ഹോം മീറ്റിംഗിൽ. ഭാര്യയും ഭർത്താവും വരണം. ഇല്ലെങ്കിൽ ഇവിടെ കേട്ടുപോയിട്ടാകുമ്പോഴും ഭർത്താവ് പറയും വേണ്ടാന്ന്, ഭാര്യ പറയും വേണ്ടാന്ന് പറയും. അപ്പൊ ഹോം മീറ്റിംഗ് നടക്കുമ്പോൾ എപ്പോഴും അവരുടെയും കൂടി ടൈം അനുസരിച്ചിട്ട് ഫാമിലി ഭാര്യയും ഭർത്താവിനെയും കൂടി പങ്കെടുപ്പിക്കാൻ പറ്റിയ അത് 100% സക്സസ് ആണ് ഹോം മീറ്റിംഗിൽ. ഞാൻ അനുഭവം പറയണം കേട്ടോ. അപ്പോ ഈ രീതിയിലേക്ക് നിങ്ങൾ ഒരു 3 ഫാമിലി വിളിച്ചു 6 പേര് വന്നു അല്ലെ, 5 ഫാമിലി വിളിച്ച് 10 പേര് വന്നു. ഇവർക്കെല്ലാം തുല്യ പ്രാധാന്യം കൊടുക്കണം. അത് വളരെ പ്രധാനമാണ്. ഹോം മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ കുറച്ച് ആളുകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, അവരെ പൊക്കി പറയുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ അവിടെ തകരം കിട്ടാം, കച്ചവടം നടക്കൂലേ. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു മനസ്സിന്റെ വ്യാപാരമാണ് സുഹൃത്തുക്കളെ അല്ലേ. മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ അവരെ കീഴടക്കണം. അതാണ് നമ്മൾ ബ്രെയിൻ കൊണ്ട് അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കണം. നമ്മളെ മനസ്സുകൊണ്ട് അവരെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം അവിടെ. ചില ആള് ചില UIPs ഉണ്ടാവും. ചില ആള് വന്നവർ ചിലപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കും, നിങ്ങൾ അടുത്ത സുഹൃത്തായിരിക്കും, മറ്റവൻ കാശുകാരനായിരിക്കും. അപ്പൊ കാശുകാരനോട് ജോസേട്ടാന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വർത്താനം പറയും. ഈ പാവപ്പെട്ടവൻ അവിടെ വന്നിരിക്കുമ്പോൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ പാവപ്പെട്ടവനെ അപ്പുറത്ത് എടുക്കുക അല്ലെ. ചിലപ്പോൾ അവന് ഒരു ഈഗോ വന്നാൽ ചിലപ്പോൾ എടുക്കില്ല കേട്ടാ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വന്ന ആളുകൾക്ക് എല്ലാം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ അവിടെ ചേർത്ത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും, സമയം പോയി. അപ്പൊ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതൊക്കെ ഒരു ടിപ്സാണ്, ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? മധുരം ചേർത്ത് കൊടുക്കണം എന്ന് പറയില്ലേ നമ്മള് കഷായം കുടിക്കുമ്പോൾ പണ്ട് കുട്ടികൾക്ക്. അതേപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരോട് പറഞ്ഞ ഞാൻ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാം. എന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ അപ്ലൈൻ ഇതാ വന്നിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഈ മാസത്തെ വരുമാനം 1 ലക്ഷം രൂപയാണ്. വരുമാനമല്ല ഇവിടെ, വരുമാനത്തെക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന വേദന അനുഭവിക്കുന്ന അല്ലെ എത്ര രോഗങ്ങൾക്ക് റിസൾട്ട് കൊടുത്ത പ്രൊഡക്റ്റ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഞാനിത് ഏറ്റെടുക്കാൻ വേണ്ടി പോവാം. ഞാൻ ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി പോവാം, ഒരു സംശയവും വേണ്ട. ക്ലിയർ ആയ പറഞ്ഞ പോയിന്റ്? ഇങ്ങനെയാണ് ഹോം മീറ്റിംഗ് നടത്തുന്നത്. അപ്പൊ കോൺഫിഡൻസ് കൊടുക്കണം. ഞാൻ ഫുള്ളായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാം. ഇദ്ദേഹം കണ്ട, ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചക്ക് തേരാപ്പാര നടന്ന ആളാണ്. ഇപ്പൊ കാറിലാണ് ഇവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാറാണ്. ഇദ്ദേഹം പല ബിസിനസ്സും ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ ആളാണ്. ഇത് കണ്ടില്ലേ, സെറ്റായി. ഇപ്പൊ എനിക്ക് വൈകിപ്പോയി എന്നാ തോന്നുന്നു ഇത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ കോൺഫിഡൻസ് കൊടുത്താൽ ഈ വന്ന 5 പേര് ഓൺ ദ സ്പോട്ടിൽ എൻ്റർ ചെയ്യും. ഇതാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ഇങ്ങനെ ഹോം മീറ്റിങ്ങുകൾ നിങ്ങൾ നടത്തിപ്പോയിക്കോളൂ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. 10 പേരുടെ ടീം ജീനിയസിലും 10 പേരുടെ ടീം വിന്നർ സൈഡിലും ഉണ്ടെങ്കിൽ ഈ 10 പേര് 10 ഹോം മീറ്റിംഗ് ഒരാഴ്ച നടന്നാൽ 10 × 6 പേരെ വെച്ച് 60 ജോയിനിങ്. 60 അപ്പുറം വേണ്ട. ഇതിന്റെ 50% പിടിച്ചോ, കിട്ടുമോ 30 എണ്ണം? 25% കിട്ടുമോ 15 എണ്ണം? ഈ രീതിയിൽ ആരൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അവർക്ക് വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറും. ഞാൻ നിർത്തുകയാണ്. അങ്ങനെയും കുറെ കാര്യങ്ങൾ പറയാണ്ട് വേറെ ദിവസമാവും കേട്ടോ. അതാണ് ഹോം മീറ്റിംഗിന്റെ പ്രാധാന്യം. തിരിച്ചറിയാം, അവിടെ സ്നേഹം ഉണ്ടാവും, അവിടെ ബന്ധങ്ങൾ ഉണ്ടാവും, അവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റും, അവരുടെ സംശയങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റും. സംശയം ഇല്ലെങ്കിൽ നമുക്ക് സംശയം അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. നിങ്ങൾക്ക് ഇന്ന സംശയങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഡോക്ടർ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ കഴിഞ്ഞ ദിവസം ഡോക്ടറെ എല്ലാ ഹോം മീറ്റിംഗൊന്നും വിളിക്കാനും പറ്റില്ല കേട്ടോ രാജശ്രീ മേഡം. അതൊക്കെ പറ്റില്ല. അതൊക്കെ അവരുടെ ടീമിൽ മാത്രമേ നടക്കുള്ളൂ, സൗകര്യം ഉണ്ടെങ്കിൽ. ഡോക്ടറൊന്നും അതിന് പറ്റിയ ആളല്ല. ഡോക്ടർ അതിന് സമയമില്ല, അതിന് തിരക്കുള്ള. ഞാൻ അതിന്റെ ഇടയിൽ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ അവിടെ നല്ല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ ബിഗ് കൺഗ്രാജുലേഷനോട് ഒരു പ്രാവശ്യം നേരിടാണ് ഡോക്ടർ. കഴിഞ്ഞ ദിവസം സാറ് ഡയറക്റ്റ് 2 ബൂസ്റ്റർ ബോണസ് അടിച്ചുകൊണ്ട് 14,900 രൂപ ഒറ്റ കട്ട് ഓഫിൽ വരുമാനം വാങ്ങിച്ച ആളാണ് ഡോക്ടർ സുമേഷ് സാർ. ആലോചിച്ച് നോക്കണം, ഈ കേൾക്കുന്നവർ എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് ആ വരുമാനം? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഡോക്ടർക്ക് നമുക്ക് ഒരേ അവസരമല്ലേ? ഡോക്ടർ തന്റെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടുള്ള സമയം ഇതാണ്. ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം 24 hours ബിസിയാണ്. അറിയാമല്ലോ ഒരു ഡോക്ടറുടെ കാര്യം എന്ന് പറയണം അല്ലെ. ഞാൻ പലപ്പോഴും ഡോക്ടറെ വിളിക്കാറുള്ളൂ, കാരണം വിളിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടറാണ് നമ്മുടെ സുമേഷ് ഡോക്ടർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു പാഷനായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ആർട്ടിക്കിൾ അദ്ദേഹം പറഞ്ഞു അല്ലെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഡയമണ്ട് ആണ്, പക്ഷെ നിങ്ങൾ ആരായിട്ട് മാറണം?
നിങ്ങളൊരു ബ്ലാക്ക് ഡയമണ്ട് ആയിട്ട് മാറണം. കഴിഞ്ഞ RTPയിൽ പങ്കെടുത്തവർക്ക് അറിയാം, പങ്കെടുക്കാത്തവർക്ക് ഇതൊന്നും കേൾക്കൂല്ലോ. അപ്പൊ ആ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊസിഷനാണ് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞു. ഒരു ഐഡിയയിൽ 1 CR അച്ചീവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഡയമണ്ട് ആയിട്ട് മാറും. മനസ്സിലായ? ആ ബ്ലാക്ക് ഡയമണ്ട് ആയിട്ട് മാറാൻ ആഹ്വാനം കൊടുത്ത നമ്മുടെ ഡോക്ടർ സുമേഷ് സാർ ഉടനെ തന്നെ ബ്ലാക്ക് ഡയമണ്ട് ആയിട്ട് മാറും എന്നുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ഓരോ ദിവസം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സുമേഷ് സാറിനും ടീമിനും എല്ലാവർക്കും വിജയാശംസകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ 1 lakh അച്ചീവേഴ്സ് മീറ്റ് ആണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. ശനിയാഴ്ച എല്ലാ ലീഡേഴ്സും അവിടെ നിർബന്ധമായിട്ട് എത്തണം. പുതിയ കുറെ അനൗൺസ്മെന്റ് ഉണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള. ആ അനൗൺസ്മെന്റുകളെല്ലാം തന്നെ ആ 1 lakh അച്ചീവേഴ്സ് മീറ്റിൽ നമ്മളവിടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പുതിയ ദിശാബോധത്തോട് കൂട്ടിയിട്ട് നമ്മളെ വളരെ ഫാസ്റ്റ് ആയിട്ട് വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്ലാനിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രോഗ്രാമിൽ എത്തുക. മനസ്സിലായില്ലേ? നോ പ്രോഗ്രാം നോ ഇൻകം. മനസ്സിലായ? സം പ്രോഗ്രാം സം ഇൻകം. ചില പ്രോഗ്രാമിലൊക്കെ കിട്ടും, കുറച്ച് പൈസ കിട്ടും കേട്ടോ. നോ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിലും പോകില്ലേ, 10 പൈസ കിട്ടില്ല കേട്ടോ. കുറച്ച് ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക, 2-3 ഫാമിലി ബോണസ് ഒക്കെ മേടിക്കുക, അവിടെ ഇരിക്കുക. കുറച്ച് ആളുകൾ കഴിയുമ്പോൾ പണ്ട് ഞാൻ ഉണ്ടായതാ ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. മനസ്സിലായ? നോ പ്രോഗ്രാം നോ ഇൻകം, സം പ്രോഗ്രാം സം ഇൻകം. മനസ്സിലായില്ലേ? മോർ പ്രോഗ്രാം, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോളൂ. മോർ പ്രോഗ്രാം മോർ ഇൻകം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എത്ര പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഗീതാ സുരേഷ് ഇവിടെ ഇരിക്കുന്നത് എവിടെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ പോകും. വയനാട്ട് പ്രോഗ്രാം ഉണ്ട്, അവിടെ പോകും. കോട്ടയത്ത് പ്രോഗ്രാം ഉണ്ട്, അവിടെ പോകും. പാലക്കാട് പ്രോഗ്രാം ഉണ്ട്, അവിടെ പോകും. അല്ലേ? ഇപ്പൊ ഞാൻ പറയാണ്, നാളെ രാവിലെ ഇന്ന് സ്ഥലത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടെ ഗീതാ സുരേഷ് ഉറപ്പായിട്ടുണ്ടാവും. കാരണം എനിക്ക് അത്രയും വിശ്വാസമാണ്. അതാണ് വിജയിക്കുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ ഒപ്പന്മാർ നമ്മുടെ ടീമിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്ന എന്റെ മുൻ സുഹൃത്തുക്കൾ കണ്ടോളൂ. ഭയങ്കര വേറെ ലെവലിലുള്ള ബ്ലാസ്റ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ടീം, നമ്മുടെ ലീഡേഴ്സും എല്ലാവരും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ സുമേഷ് സാറിന്റെ ടീമിൽ ഈ പ്രോഗ്രാം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആവേശത്തോടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ശക്തിയും മനസ്സും ഈശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ എത്തട്ടെ. താങ്ക് യു വെരി മച്ച്. അല്പം വൈകിയതിന് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവർക്കും താങ്ക്സ്. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവർക്കും നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ, എല്ലാവരുടെ ആരോഗ്യം നന്നാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.